ഹായ്, ഇന്ന് നമ്മൾ കടലുണ്ടി പക്ഷി സങ്കേതം കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പ്രവേശന ഫീസ് ഒരാൾക്ക് 10 രൂപയെ വരുന്നുള്ളൂ. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞാൽ തോണിയിലാണ് നമ്മുടെ യാത്ര. തോണി 1 മണിക്കൂറിന് 1000 രൂപയാണ് അവർ ഈടാക്കുന്നത്. ഒരു തോണിയിൽ 8 ആളുകൾക്കാണ് പ്രവേശനം ഉള്ളത്. അപ്പോൾ നമ്മൾ ഒരാളാണ് വരുന്നത് വെച്ചാലും പിന്നെ അവർ അതിനുള്ള സൗകര്യം അവിടെ ചെയ്തു തരും. 125 രൂപയാണ് ആവുക. അപ്പോൾ വേറെ ഫാമിലി വരുവോളം നമ്മൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്യണം. ഈ തോണിയിലൂടെയുള്ള യാത്ര നമ്മളെ മനസ്സിന് വളരെ അത്ഭുതകരമായ കാഴ്ചയും കുളിർമയാണ് നൽകുക. ഇവിടെ റിസോർട്ടിന് 5000-4000 രൂപയ്ക്ക് വരുന്നുള്ളൂ. 2 മണിക്കൂർ തോണി യാത്രയും അതിൽ ഉൾപ്പെടും എന്നാണ് അവർ പറഞ്ഞത്. 8 തരം കണ്ടൽക്കാടുകളും പിന്നെ ധാരാളം പക്ഷികളെയും നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് പക്ഷികളെ കാണാൻ പറ്റിയിട്ടില്ല. എന്നാലും കണ്ടൽക്കാടുകളുടെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്. നമ്മൾ സ്കൂളിൽ കേട്ടിട്ടുള്ളൂ വേലികയറ്റം വേലിയിറക്കം എന്നൊക്കെ. അങ്ങനെ വേലി കയറ്റമുള്ള ടൈമിലാണ് നമുക്ക് ഈ കാടുകൾക്കുള്ളിലൂടെയൊക്കെ ഇങ്ങനെ പോകാൻ പറ്റുള്ളൂ. വളരെ അത്ഭുതകരം എന്ന് പറയട്ടെ. നമ്മൾ കണ്ടൽക്കാട് പുറത്തുനിന്ന് കാണുന്ന പോലെയല്ല അതിൻ്റെ ഉള്ളിലൂടെയുള്ള സഞ്ചാരം. കറക്റ്റ് ഒരു തോണിക്ക് പോകാനുള്ള വീതിയിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുക. തോണിക്കാർ നമുക്ക് ഫുള്ള് സപ്പോർട്ടായിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എല്ലാത്തിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരും ചെയ്യും. പിന്നെ ഈ കണ്ടൽക്കാടുകൾ വളർത്തിയതിനെ പറ്റിയിട്ടുള്ള എല്ലാ ചരിത്രങ്ങളും അവർ നമുക്കൊരു ഗൈഡ് പോലെ തന്നെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ച് തരുന്നതുമാണ്. ഇതിൻ്റെ വളരെ കുറഞ്ഞ കാഴ്ചകളെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി ഒരുപാട് കണ്ടൽക്കാടുകളുടെ സംഗതികൾ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വേലി ഇറങ്ങുന്ന ടൈമിൽ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുള്ള വലയാണ് നമ്മളാ കാണുന്നത്. ഇവിടെ തുള്ളി വെള്ളമില്ലാത്ത നിലക്ക് ആവുമെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ മീനൊക്കെ വലയിൽ വന്ന് കുടുങ്ങുന്നതാണ്. ഈ ട്രെയിൻ പോകുന്ന പാലത്തിൻ്റെ അടിയിലൂടെ നമ്മൾ തോണിയിൽ പോകുമ്പോൾ ഭയങ്കര രസമാണ് സംഗതി. അപ്പോൾ എല്ലാവരും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഇവിടെ വരിക. പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബായ്.